നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ലോങ് എന്ന ഫ്രേസിൽ തുടങ്ങുന്ന ചില സെൻറ്റൻസസ് ആണ്. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഹൗ ലോങ് എന്നത് രണ്ട് ഡിഫറെൻ്റ് ഏരിയാസിൽ ഉപയോഗിക്കാം, രണ്ട് വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാം. ലോങ് എന്നാൽ നീളമുള്ളത് എന്നാണ് അർത്ഥം, അല്ലേ? ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര നീളമുള്ളത് എന്ന അർത്ഥത്തിൽ, ഇൻ ടേംസ് ഓഫ് സ്പേസ്. ഇപ്പോൾ ഹൗ ലോങ് ഇസ് ദ ടേബിൾ എന്ന് ചോദിച്ചാൽ ആ ടേബിളിന് എത്ര നീളമുണ്ട് അത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? പക്ഷേ അത്തരത്തിലുള്ള ഒരു മീനിങ് അല്ല, അത്തരത്തിലുള്ള ഒരു പ്രയോഗം അല്ല, അത്തരത്തിലുള്ള ഒരു യൂസ് അല്ല ഇന്ന് നമ്മൾ ഹൗ ലോങ്ങിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഹൗ ലോങ് എന്ന ഒരു ഫ്രേസിന് വേറെയും ഉപയോഗങ്ങളുണ്ട്. ഇൻ ടേംസ് ഓഫ് ടൈം, സമയം, എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് എത്ര സമയം എടുക്കും എന്ന് ചോദിക്കില്ലേ, അവിടെയും നമുക്ക് ഹൗ ലോങ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു കാര്യത്തിന് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ സംതിങ്, ഒരു കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുക്കാറുണ്ട് എന്നാണ് അതിനർത്ഥം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. അതുപോലെ തന്നെ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, വിൽ ഇറ്റ് ടേക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുക്കും എന്നാണ്. അത് പാസ്റ്റ് ടെൻസിൽ നമുക്ക് ചോദിക്കാം. ഒരു കാര്യം ചെയ്യുന്നതിന് എത്ര സമയം എടുത്തു എന്നും ചോദിക്കാമല്ലോ. അപ്പോൾ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് എന്നാകണം. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് വേസിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ടത് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ, കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന്, അതായത് ഫ്ലൈറ്റിൻ്റെ ഒരു ഡ്യൂറേഷനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുമ്പോൾ, എത്ര സമയം എടുക്കാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഫ്ലൈ ഫ്രം കൊച്ചിൻ ടു ദുബായ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്നാണ്. സാധാരണ എത്രയാണ് എടുക്കാറുള്ളത് എന്നാണ്. ഇനി അത് തന്നെ നമുക്ക് ഒരു പാസ്റ്റ് ടെൻസിൽ ചോദിക്കാം. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന്, അതായത് ഫ്ലൈറ്റിൻ്റെ ആ ഒരു സമയം, എത്ര സമയം എടുത്തു. അപ്പോൾ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ഫ്ലൈ ഫ്രം കൊച്ചിൻ ടു ദുബായ്. ഇനി അത് ഫ്യൂച്ചർ ടെൻസിലും ചോദിക്കാം, എത്ര സമയം എടുക്കും എന്നും ചോദിക്കാമല്ലോ. അപ്പോൾ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഫ്ലൈ ഫ്രം കൊച്ചിൻ ടു ദുബായ്. അപ്പോൾ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഉപയോഗിക്കാം, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഉപയോഗിക്കാം, ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് എന്നും ഉപയോഗിക്കാം. അത് പ്രസൻറ്റ് ടെൻസിലാണോ ഫ്യൂച്ചർ ടെൻസിലാണോ പാസ്റ്റ് ടെൻസിലാണോ എന്നതനുസരിച്ച് അത് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും എന്ന് മാത്രം. ഹൗ ലോങ് ഡിഡ് യു ടേക്ക് ടു ഫിനിഷ് യുവർ M.B.A. നിങ്ങളുടെ M.B.A കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തു. ഡിഡ് ആണ് ഉപയോഗിച്ചത്, പാസ്റ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഹൗ ലോങ് എന്നാൽ എത്ര സമയം എടുത്തു, എത്ര നാളുകൾ, എത്ര കാലം എടുത്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഡെലിവർ ദ കേക്ക്. ഇപ്പോൾ സാധാരണ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ, കേക്ക് ഓർഡർ ചെയ്തു, അത് കേക്ക് ഇവിടെ എത്താൻ എത്ര സമയം എടുത്തു എന്ന് ചോദിക്കില്ലേ. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ഡെലിവർ ദ കേക്ക്. ആ കേക്ക് ഡെലിവർ ചെയ്യാൻ എത്ര സമയം എടുത്തു. ഇനി ഹൗ ലോങ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കാം, എത്ര കാലം എന്ന അർത്ഥത്തിൽ. ഇതിൻ്റെ സ്ട്രക്ചർ ഹൗ ലോങ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അതിന് എക്സാമ്പിൾ, ഹൗ ലോങ് ഹാസ് ഹി പ്ലേഡ് ഫുട്ബോൾ. അവൻ എത്ര നാൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് എന്നാണ്. അതിന് ഒരു 2 ഇയേഴ്സിനോ ഒരു 10 ഇയേഴ്സിനോ എന്തൊക്കെയായിരിക്കും ആൻസറുകൾ. അപ്പോൾ എത്ര നാളുകൾ, എത്ര കാലം അവൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഹാസ് ഹി പ്ലേഡ് ഫുട്ബോൾ. അവിടെ ശ്രദ്ധിക്കൂ, ഹാസ് ആണ് ഉപയോഗിച്ചത്, കാരണം ഹി ആണ് അവിടെ സബ്ജക്റ്റ്. ഹാസ് ഹി പ്ലേഡ്. പ്ലേഡ് എന്നത്
പ്ലേ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഹൗ ലോങ് ഹാസ് യുവർ ഫാദർ വർക്ക്ഡ് അറ്റ് ദ ഫാക്ടറി? നിങ്ങളുടെ ഫാദർ ഫാക്ടറിയിൽ എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട്? ഹൗ ലോങ് എന്നതിന് എത്ര കാലം എന്ന മീനിങ് ആണ് അവിടെ. ഹാസ് യുവർ ഫാദർ, ഹാസ് എന്നത് ഉപയോഗിച്ചത് ഫാദർ എന്നത്, അതായത് യുവർ ഫാദർ എന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇനി വേറൊരു സെൻറ്റൻസ്. ഹൗ ലോങ് ഹാവ് ദേ ബീൻ മാരീഡ്? എത്ര കൊല്ലങ്ങളായി എന്നാണ്, എത്ര കാലമായി അവർ മാരീഡ് ആയിട്ട്. ഹാവ് ദേ എന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഹൗ ലോങ് ഹാവ് ദേ ഉപയോഗിച്ചത്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ എത്ര കാലം നിങ്ങളുടെ ഫാദർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചല്ലോ, അവിടെ നമ്മൾ ഹൗ ലോങ് ഉപയോഗിച്ചു. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം. എത്ര കാലമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കാമല്ലോ. എത്ര കാലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ലോങ് ഹാസ് യുവർ ഫാദർ ബീൻ വർക്കിംഗ് അറ്റ് ദ ഫാക്ടറി? ബീൻ വർക്കിംഗ് അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര കാലമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഹൗ ലോങ് ഹാസ് യുവർ ഫാദർ ബീൻ വർക്കിംഗ് അറ്റ് ദ ഫാക്ടറി? വേറൊന്ന്, ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ റെയിനിങ്? എത്ര സമയമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ ഡ്യൂറേഷൻ എത്ര സമയമായി പെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ റെയിനിങ് എന്ന് പറയുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്? എത്ര കാലമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹാവ് യു ബീൻ എന്നുപയോഗിക്കുന്നത്. ഇവിടെ ഹാവ് ഉപയോഗിച്ചത് യു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്? അതേസമയം ഹി ആണ് സബ്ജക്റ്റ് എങ്കിലോ ഹൗ ലോങ് ഹാസ് ഹി ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്? എത്ര കാലമായി അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ എത്ര കാലം എന്ന അർത്ഥത്തിലും നമുക്ക് ഹൗ ലോങ് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ ഹൗ ലോങ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വേർബ്. കാരണം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഹൗ ലോങ് എന്ന ഒരു ഫ്രേസിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ.